അപ്പോൾ മഹാകുരിശരണം. അപ്പോൾ ഞാൻ 4ാമത്തെ വീഡിയോയിലേക്ക് കടക്കുക. ഇതിപ്പോൾ ഗിരിവലപ്പാതയിൽ തന്നെയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, അത് ഇരിക്കുകയാണ്. ഏതോ ക്ഷേത്രമുണ്ട്. ഇതിപ്പോൾ നമ്മൾ തെക്കേ ഗോപുരം കാണുന്നുണ്ട് കേട്ടോ. നാരായൺ അവരൊക്കെ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ അഗ്നിലിംഗത്തിലേക്കുള്ള നടപ്പാണ് കേട്ടോ. അഗ്നിലിംഗ പ്രതിഷ്ഠ, ആ ക്ഷേത്രത്തിലേക്കുള്ള എന്താണ് തീർത്ഥാടനമാണ്. ഇതൊക്കെ ഇങ്ങനെ തെരുവുകളാണ്. കാമരാജ സ്റ്റാച്ചു പറയുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇവിടെ മെയിൻ കണ്ട ഓട്ടോറിക്ഷക്കാർ സംഗീതം മുഴക്കി വരുന്നുണ്ട്. ഗിരിവലം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പിന്നണി പാടിക്കൊണ്ട് ഓട്ടോറിക്ഷ മറ്റ് സ്കൂട്ടറുകളൊക്കെ വരുന്നുണ്ട്. ഈശ്വരോ രക്ഷതു. അപ്പോൾ ഇവിടെ കണ്ടോ സത്തനൂർ ഡാം, തിരുക്കോവിലൂർ. സത്തനൂർ ഡാം 28 കിലോമീറ്റർ, തിരുക്കോവിലൂർ 36 കിലോമീറ്റർ, ചെങ്കം 36 കിലോമീറ്റർ, കല്ലക്കുറിച്ചി 65 കിലോമീറ്റർ. അതാണ് ഇവിടുത്തെ ബോർഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഗിരിവലം എങ്ങനെയാണ് ഏതാണെന്ന് അറിയില്ല. ഗിരിവലപ്പാത്ത് ഇവിടെ റൈറ്റ് തിരിയണം എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട, ഇവിടെ നമ്മൾ റൈറ്റ് തിരിയണം. ഗിരിവലം കണ്ട, ആ ബോർഡ് കണ്ട, ഗിരിവലപ്പാത്ത് റൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലത്തോട്ട് ഗിരിവലപ്പാതയിലേക്ക് തിരിയാം. ഇവിടുത്തെ ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് എന്ന് പറയുന്നത് വെക്കുകയില്ല. 2 ചെവിയിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് സ്കൂട്ടർ ഓടിക്കും. അങ്ങനെ വളരെയധികം അഭ്യാസ പാഠമുള്ള ആൾക്കാരാണ് മിക്കവരും. അതോടൊപ്പം ഹോൺ ഓടിക്കും. ഇങ്ങനെ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും. ചേട്ടൻ സ്കൂട്ടർ എടുക്കാൻ നോക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഞാൻ സൂക്ഷ്മ ശരീരികൾ നടക്കുന്ന പാതയിലൂടെ നടക്കുകയാണ്. ശരിക്ക് ഈ ഗിരിവലപ്പാതയിൽ ഈ സൈഡ് സൂക്ഷ്മ ശരീരികൾ നടക്കുന്നതാണെന്ന് പറയുന്നു. ഒരു കാറ് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഇടത്തിങ്ങനെ ശുദ്ധജല ഇതുണ്ട് കേട്ടോ. തമിഴ്നാട് അരസു നിറുച്ചാലൈ തുറൈ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ശുദ്ധജല സൗകര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷേ വാഷ് ബേസിൻ പോലെയാണ് ടാപ്പ് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, അലഹാബാദ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിനോട് മെർജ് ചെയ്തു. നമ്മൾ ഗിരിവലപ്പാതയുടെ റൈറ്റ് സൈഡിൽ കൂടിയാണ് നടക്കുന്നത്. സൂര്യപ്രകാശത്തിന് ഇത് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ കൂടി നടക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ അഗ്നിലിംഗത്തിലേക്ക് എത്തണം. അതിനുള്ള ശ്രമമാണ്. ഇന്ദ്രലിംഗം കഴിഞ്ഞു, അഗ്നിലിംഗത്തിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേച്ചി കരിക്ക് കൊടുക്കുന്നുണ്ട്. കരിക്ക് കൊടുക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല. ചോദിക്കട്ടെ. 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഷിയാളം പിത്തായി വത്ത പിത്തായവേ ഹിമഗിരിപുറം നെയ് നിങ്കിൻ്റെ മുക്കാരച്ചു ചെല്ല മുക്കാരച്ചു. നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഇപ്പോൾ കരിക്ക് കുടിക്കുന്നുണ്ടോന്ന് ഇല്ലേ മുന്നിലോട്ട്. കാര്യം ഉച്ചയ്ക്ക് രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതാണ്. പിന്നെ ഇടയ്ക്ക് അവിടെ മല കാണുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ? മലയ്ക്ക് ചുറ്റുമാണ് ഈ പ്രദക്ഷിണം എടുക്കേണ്ടത്. അപ്പോൾ ശരിക്ക് മലയ്ക്ക് ചുറ്റും ഇപ്പോൾ വീടുകൾ വന്നിട്ടുണ്ട്. വീടുകളുടെ ചുറ്റുമാണ് നമ്മൾ എടുക്കുന്നത്. വീടുകൾ ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കുക, നമ്മൾ നിൽക്കുന്നിടത്ത് പുറത്തുകൂടി ഒരാൾ നമ്മുടെ പ്രദക്ഷിണം എടുക്കുകയാണെങ്കിൽ, നമ്മൾ പ്രദക്ഷിണം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനാണ്. ആ നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമിക്സാണ്. അപ്പോൾ ആ വേവ്സ് അതിൻ്റെ സൈഡിൽ കൂടിയുള്ള എല്ലാവർക്കും ആ വേവ്സ് ഉണ്ടാകും. മനസ്സിലായി? അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് തടസ്സമാകാത്ത രീതിയിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പ്രദക്ഷിണം നടത്തുന്നവർക്കും ശ്രീകോവിലിനും ഉള്ളിലായിട്ട് നിൽക്കാണ്ടിരിക്കുക. ശ്രദ്ധിക്കുക. വിശ്വാസമുള്ളവർ മതി, നിർബന്ധിക്കുന്നില്ല. എൻ്റെ ഗുരു പറഞ്ഞു തന്ന ഒരു അറിവ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഗിരിവലപ്പാതയിലൂടെ മുന്നേറുകയാണ്.
ഇവിടെ ഇങ്ങനെ ചേട്ടന്മാർ നിൽപ്പുണ്ട്, സ്വാമിമാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് കണ്ട, മല കണ്ട, മലയുടെ ഇത് കണ്ട, ഇവിടെ നിന്ന് നല്ല ലുക്കുണ്ട് മല. അവിടെ സർവീസ് സ്റ്റേഷനാണ്. ഓം നമ ശിവായ ശിവായ നമ. ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ്. നമ പാർവതീപതയേ ഹര ഹര മഹാദേവ്. അപ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബോർഡ് കാണാം, കണ്ടോ? അപ്പോൾ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഗിരിവലപ്പാതയിൽ എല്ലായിടത്തും ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്നുള്ളത് അവിടെ കാണിക്കും. ഇപ്പോൾ 14 കിലോമീറ്ററിൽ 1 കിലോമീറ്റർ കഴിഞ്ഞു എന്നാണ് അവിടെ കാണിക്കുന്നത്. ആ യു ആർ ഹിയർ എന്ന മുകൾ വശം കണ്ട ആ ചെറിയ എംബ്ലം, അത് വെച്ചിട്ട് നമ്മളെവിടെയാണെന്ന് കാണിക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടല്ലോ, ഇടയ്ക്ക് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ ഇങ്ങനെ കോഫി കമ്പനി ലിമിറ്റഡ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗിരിവലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂട്ടത്തിൽ മനസ്സുകൊണ്ട് നടക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ ഈ സമയത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും അരുണാചലേശ്വരൻ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കട്ടെ. കുടുംബത്തിലെ ഐശ്വര്യം, സമാധാനം, സന്തോഷം, ഐക്യമത്യം, സമൃദ്ധി നൽകട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ. എല്ലാവർക്കും ഇതുപോലെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ച് ഗിരിവലം ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് പൂർണ്ണ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ. നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ കാഴ്ചകൾ കാണാൻ, നല്ല രീതിയിൽ വർത്തമാനം കേൾക്കാൻ, പൂർണ്ണ രീതിയിൽ കൈകാലുകൾ അനക്കി സഞ്ചരിക്കാൻ എല്ലാമുള്ള അനുഗ്രഹങ്ങൾ ആ അരുണാചലേശ്വരൻ നൽകട്ടെ. കാര്യം അഗ്നി ലിംഗമാണെന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു പ്രത്യക്ഷ രൂപമാണ് അഗ്നി. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഇതുപോലെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ. അതനുസരിച്ച് അഗ്നിയുടെ ഒരു സ്വാധീനം നമ്മുടെ ശരീരത്തുണ്ടാകുമ്പോൾ ഇതിൽ വളരെയധികം പ്രയോജനം ചെയ്യും. ഇവിടെ നോ എൻട്രി എന്ന് എഴുതിയിട്ടുണ്ട്, ആൾക്കാർ പോകുന്നുണ്ട്. ഇത് മല കാണുന്ന കണ്ട, മല ഗിരിവലത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര മിനിറ്റായെന്ന് നോക്കട്ടെ. മിനിറ്റ് വെയിലടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ 7 മിനിറ്റ് 54 സെക്കൻഡ്. അഗ്നിലിംഗം നോക്കാം. അഗ്നിലിംഗം പറ്റിയെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ കരിക്ക് കിട്ടുന്നിടാം. ഏതാണോ ആദ്യം അത് കേട്ടോ. തൽക്കാലം ഞാൻ പോസ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം സപ്പയ്യ.